ഹായ് ഫ്രണ്ട്സ്, ലീനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണിത്. നമ്മളിത് അച്ചാർ ചെയ്യാമെന്ന് ഓർത്ത് വന്നതല്ല, പക്ഷെ ഞാൻ കുറച്ച് അധികം ഉണക്കമുന്തിരി എനിക്ക് ബാക്കിയായിട്ട് വന്നു വീട്ടിൽ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അതിരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തത് ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തു. പക്ഷേ ഇത്രയും നാൾ ഞാൻ ഈ ഉണക്കമുന്തിരി വെച്ചൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വളരെ രസമായിരുന്നു കഴിക്കാനായിട്ട്. ഞാൻ പിറ്റേ ദിവസം ഇതിൻ്റെ വീഡിയോ ഒന്ന് തമ്പനെയിലിൽ എടുക്കാൻ നോക്കിയപ്പോൾ തന്നെ അച്ചാർ ഏതാണ്ട് ഒക്കെ ഒരുവിധം ആയിക്കഴിഞ്ഞു. അത്രയും രാത്രി ഭക്ഷണം കഴിച്ചപ്പം എടുത്ത് കഴിച്ച് ഒരു പരുവായി തീരാറായി. അതുകൊണ്ട് പിന്നെ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളെപ്പോഴും ഉണക്കമുന്തിരി അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് മുന്നേ 2-3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യണം. കാരണം അതിൽ നിറയെ പൊടി ഇതൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക. കാരണം അപ്പോൾ ഈ മുന്തിരിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. മാത്രമല്ല മുന്തിരി പെട്ടെന്ന് അച്ചാർ ഫംഗസ് പിടിക്കും. കാരണം ഇതിൽ നമ്മൾ വാളംപുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും. അതും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനീഗറിൽ നനച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കധികം സാധാരണ അച്ചാറിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ തന്നെ. പിന്നെ കൂടുതലായിട്ട് വരുന്നത് വാളംപൊടി പിന്നെ ശർക്കരയാണ്. അത് നമ്മളിവിടെ എടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വാളംപുളി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്താനായിട്ട് വെക്കാം. എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കണം. ഒരു 1/2 കപ്പ് 1 കപ്പോളം വെള്ളമാക്കി നമുക്കത് പിഴിഞ്ഞെടുക്കണം. പിന്നെ ശർക്കര ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 1 മണിക്കൂർ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എത്ര നേരം വെച്ചാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ രാവിലെ ഇത് കുതിർത്തായിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ പോയി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലത്തെ വെള്ളം വറ്റുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പോൾ മുന്തിരിയൊക്കെ അങ്ങ് വീർത്ത് വരും. അപ്പോൾ ഈ വിനീഗറിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഈ അച്ചാർ കുറച്ച് നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ മുന്തിരി വെള്ളം അതിൽ നമ്മൾ വിനീഗർ ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചതാണല്ലോ. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ല മൊരിയുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറണം. കൂടെ നമുക്ക് ഞാൻ ചുവന്ന മുളക്, പഴുത്ത മുളകാണ് ഞാൻ എടുത്തേക്കണം, ഉണക്കിയ മുളകല്ല. അത് ഞാൻ അരിഞ്ഞ് അത് മൂടി മൊരിയിച്ചെടുക്കുക. അതിലത്തെ വെള്ളം വറ്റണം. പിന്നെ അതിലേക്ക് 1 സ്പൂൺ കായംപൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അത് ഒന്നും കൂടി നമ്മളിതിലേക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. കരിഞ്ഞ് പോകാതെ നോക്കണം. സിമ്മിൽ വേണം ഇടാനായിട്ട്. പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ പുളിയുടെ വെള്ളവും അതുപോലെ തന്നെ ശർക്കര ഉരുക്കിയതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റണം ശരിക്കും. കാരണം ആ പുളിയും ശർക്കരയൊക്കെ ശരിക്കും യോജിച്ച് വരണം. എന്നാലേ വെളിച്ചെണ്ണയിൽ യോജിച്ച് വരണം. എന്നാൽ പൂപ്പൽ പിടിക്കാതിരിക്കുകയുള്ളൂ. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ നമുക്ക് 1 സ്പൂൺ വിനീഗറും കൂടി ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേവിക്ക് നേരിയൊരു പുളിപ്പ് കിട്ടും. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, തിളയ്ക്കാൻ അനുവദിക്കുക. ഇപ്പം നമ്മുടെ മുന്തിരി അച്ചാർ, ഉണക്കിയ മുന്തിരി അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദുള്ളൊരു അച്ചാറാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അതുപോലെ ചപ്പാത്തിക്ക് സോസ് പുരട്ടുന്ന പോലെ ഞങ്ങൾ പുരട്ടി കൊടുത്താലും വളരെ ടേസ്റ്റിയാണിത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.